Hi, welcome to Lash Class. BA English സെക്കൻഡ് സെമിസ്റ്റർ റീഡിംഗ് ഫിക്ഷനിലെ ദ യെല്ലോ വാൾപേപ്പർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഐഡൻറ്റിഫൈ ദ നരേറ്റർ ഇൻ ദ യെല്ലോ വാൾപേപ്പർ. ഈ സ്റ്റോറിയിലെ നരേറ്റർ ആരെന്നാണ് ചോദിക്കുന്നത്. ദ നരേറ്റർ ഈസ് എൻ അൺനെയിംഡ് വുമൺ ഹൂ സഫേഴ്സ് ഫ്രം പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ഈ സ്റ്റോറിയിലെ നരേറ്റർ ഒരു സ്ത്രീയാണ്, പക്ഷെ അവരുടെ പേര് ഈ സ്റ്റോറിയിൽ പറയുന്നില്ല. അവർ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ സഫർ ചെയ്യുകയാണ്. അവരുടെ ഡെലിവറിക്ക് ശേഷമുള്ള ഒരു മെൻ്റൽ സ്ട്രഗിളും ഡിപ്രഷനിലൂടെയും കടന്നു പോകുന്ന ഒരു സ്ത്രീയാണ് ഈ സ്റ്റോറിയിലെ നരേറ്ററായിട്ട് നമ്മൾ കാണുന്നത്. The story is told through her journal entries, revealing her gradual psychological deterioration. ഇനി ഈ നരേറ്ററുടെ ജേർണൽ എൻട്രീസിലൂടെയാണ് ഈ സ്റ്റോറി നരേറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഈ ഒരു സൈക്കോളജിക്കൽ ഡിറ്റോറിയേഷൻ, മാനസിക നില തകരുന്നതിൻ്റെ ഒരു ചിത്രമാണ് ആ ജേർണലിലൂടെ നമ്മൾ കാണുന്നത്. ഡിസ്ക്രൈബ് ദ സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി ആൻഡ് ഹൗ ഡസ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ പ്ലോട്ട്. ഇനി ഈ സ്റ്റോറിയിലെ സെറ്റിങ്സ് എന്താണ്, അത് ഈ സ്റ്റോറിയുടെ പ്ലോട്ടിനെ എങ്ങനെയാണ് സഹായിക്കുന്നത്. ദ സ്റ്റോറി സെറ്റ് ഇൻ എ സെക്ലൂഡഡ് മാൻഷൻ വേർ ദ നരേറ്റർ ആൻഡ് ഹെർ ഹസ്ബൻഡ് സ്റ്റേ ഫോർ ദ സമ്മർ. ഒരു സെക്ലൂഡഡ് മാൻഷൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മാൻഷൻ, പഴയൊരു വീടാണ് ഈ സ്റ്റോറിയുടെ സെറ്റിംഗ് ആയിട്ട് നമ്മൾ കാണുന്നത്. നരേറ്ററും അവരുടെ ഹസ്ബൻഡും സമ്മറിൽ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ദ മാൻഷൻ ഈസ് ഐസൊലേറ്റഡ് ആൻഡ് ഹാസ് എ ലുക്ക് ഓഫ് എ ഹോണ്ടഡ് ഹൗസ്. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീടാണ്. അതുകൂടാതെ ഒരു ഹോണ്ടഡ് ഹൗസ്, കുറേ കാലമായിട്ട് ആളുകളൊന്നും താമസമില്ലാത്തത് കൊണ്ട് ഒരു പ്രേതഭവനം പോലെയുള്ളൊരു ലുക്കൊക്കെ ആ വീടിനുണ്ട്. ദിസ് സെറ്റിംഗ് കോൺട്രിബ്യൂട്ട്സ് ടു ദ പ്ലോട്ട് ആസ് ഇറ്റ് ആക്സിലറേറ്റ്സ് ദ നരേറ്റേഴ്സ് മെൻ്റൽ ഡിക്ലൈൻ. ഇത് പ്ലോട്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഈ നരേറ്ററുടെ മാനസിക നില തകർന്നു പോകുന്ന ഒരു കഥയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയറിലാണ് അവരുള്ളത് എന്നുള്ളത് ആ പ്ലോട്ടിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ്. എക്സ്പ്ലെയിൻ ദ ട്രീറ്റ്മെൻറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ നരേറ്റർ ബൈ ജോൺ ഹെർ ഹസ്ബൻഡ്. ഇനി നരേറ്റർ ഡിപ്രഷനിലൂടെ കടന്നു പോകുമായിരുന്നെന്ന് നമ്മൾ പറഞ്ഞു. അവർക്ക് ഡോക്ടർ കൂടിയായിട്ടുള്ള അവരുടെ ഹസ്ബൻഡ് എന്ത് ട്രീറ്റ്മെൻറ്റാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ജോൺ പ്രിസ്ക്രൈബ്സ് ദ റെസ്റ്റ് ക്യൂർ വിച്ച് റിക്വയേഴ്സ് സ്ട്രിക്റ്റ് കൺഫൈൻമെൻറ്റ്, നോ ഫിസിക്കൽ ഓർ മെൻ്റൽ ആക്ടിവിറ്റി ആൻഡ് ലിമിറ്റഡ് സോഷ്യൽ ഇൻ്ററാക്ഷൻ. ജോൺ അവൾക്ക് റെസ്റ്റ് ക്യൂർ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ട് അടങ്ങിയിരിക്കുക, കൂടാതെ ഫിസിക്കലായിട്ടോ മെൻ്റലായിട്ടോ യാതൊരു ആക്ടിവിറ്റിയും ചെയ്യാതിരിക്കുക, പിന്നെ പുറത്തൊന്നും പോവാതെ സോഷ്യലായിട്ട് ഉള്ള ഇടപെടലൊന്നും നടത്താതിരിക്കുക. അങ്ങനെ അടച്ചിട്ടിരിക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ജോൺ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. This treatment worsens her condition as it suppresses her social and intellectual needs. എന്നാൽ ഈ ട്രീറ്റ്മെൻറ്റ് അവളുടെ മാനസിക നില കൂടുതൽ വഷളാക്കുന്നതിനാണ് കാരണമാവുന്നത് നമ്മൾ സ്റ്റോറിയിൽ കാണുന്നുണ്ട്. നമുക്കറിയാം, ഡിപ്രഷനായിട്ടിരിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. അതല്ലാതെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് ഡിപ്രഷൻ കൂടുന്നൊരു സാഹചര്യമായിട്ട് വരുന്നതാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ യെല്ലോ വാൾപേപ്പർ ഇൻ ദ സ്റ്റോറി. ഇനി ഈ സ്റ്റോറിയിൽ യെല്ലോ വാൾപേപ്പറിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ദ യെല്ലോ വാൾപേപ്പർ സിംബലൈസസ് ദ നരേറ്റേഴ്സ് ഒപ്രഷൻ ആൻഡ് ഡിസെൻഡ് ഇൻ ടു മാഡ്നെസ്. ഈ സ്റ്റോറിയിൽ നരേറ്റർ നേരിടേണ്ടി വരുന്ന ഒപ്രഷൻ, ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. ആ ഒരു ഒപ്രഷൻ്റെയും അതുകൂടാതെ അവരുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റിൻ്റെ ഡിറ്റീരിയോറേഷൻ, മാനസിക നില തകരാറിലാവുന്നതിൻ്റെയും ഒരു സിംബലായിട്ടാണ് യെല്ലോ വാൾപേപ്പർ നമ്മൾ കാണുന്നത്. As she becomes obsessed with it, she projects her feelings of entrapment onto a creeping woman she believes she is trapped within it. അപ്പോൾ നമ്മുടെ നരേറ്റർ ഇങ്ങനെ ഒരു മുറിയിൽ തന്നെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്, ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ ഏറെക്കുറെ തടവിലാക്കപ്പെട്ടതുപോലെ. അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ അവർ ഈ യെല്ലോ വാൾപേപ്പറിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഈ വാൾപേപ്പറിൻ്റെ പാറ്റേണിനകത്ത് അവർ ചില രൂപങ്ങളൊക്കെ ഇങ്ങനെ സങ്കല്പിക്കുകയാണ്. അങ്ങനെ ഒരു സ്ത്രീയുടെ രൂപം അതിനകത്തുണ്ട്. ഒരു സ്ത്രീ അതിനകത്ത് ഇവരെ പോലെ തന്നെ ഇങ്ങനെ തടവിലാക്കപ്പെട്ടതുപോലെ കിടക്കുകയാണ് എന്നൊക്കെ അവരിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നു. അൾട്ടിമേറ്റ്ലി ഐഡൻറ്റിഫൈയിങ് വിത്ത് ഹെർ. ഇനി സ്റ്റോറിയുടെ അവസാനത്തിൽ ആ വാൾപേപ്പറിനകത്തുള്ള സ്ത്രീ അവർ തന്നെയാണ് എന്ന രീതിയിലേക്ക് അവർ ചിന്തിക്കുന്നതിലേക്ക് എത്തുന്നു. അത്തരത്തിൽ അവർ നേരിടുന്ന ഈ ഒപ്രഷൻ്റെയും അതുപോലെ തന്നെ അവരുടെ മെൻ്റൽ സ്റ്റേറ്റിൻ്റെയും ഒരു സിംബലായിട്ട് നമ്മൾ ഈ വാൾപേപ്പറിനെ കാണുന്നു. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം,
Explain how the narrative technique helps the reader to understand the emotional status of the narrator. Cite two examples. ഇനി ഈ സ്റ്റോറിയിലെ നരേറ്റീവ് ടെക്നിക്ക് ഒരു ജേർണലിൻ്റെ രൂപത്തിലുള്ള ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ആണ് ഈ സ്റ്റോറിയിലുള്ളത്. അത് ഈ നരേറ്ററുടെ ഇമോഷണൽ സ്റ്റാറ്റസ് റീഡേഴ്സിന് മനസ്സിലാവുന്നതിന് എങ്ങനെയാണ് സഹായകമാവുന്നത്? The first person journal format provides direct access to the narrator's emotions and mental state. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ആണ്, ജേർണലിൻ്റെ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് കാരണം കൊണ്ട് നരേറ്ററുടെ ഇമോഷണൽ സ്റ്റേറ്റും മെൻ്റൽ സ്റ്റേറ്റും എല്ലാം ഡയറക്റ്റായിട്ട് റീഡേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഇറ്റ് മേക്സ് എ റീഡർ എക്സ്പീരിയൻസ് എ സൈക്കോളജിക്കൽ ഡിക്ലൈൻ ഫസ്റ്റ് ഹാൻഡ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡയറക്റ്റായിട്ട് ഈ നരേറ്ററുടെ ഈ മാനസിക നില തകരുന്നതിൻ്റെ ഒരു ചിത്രം റീഡേഴ്സിന് ലഭിക്കുന്നു. Initially, her descriptions are rational as she attempts to justify her husband's dismissive behavior. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത്, ഈ ജേർണലിൻ്റെ തുടക്കത്തിൽ അവർ റേഷണലാണ്, അവർക്ക് യുക്തി ചിന്തയുണ്ട്, അവരുടെ മൈൻഡ് ഇത്രയ്ക്കും പ്രോബ്ലം ആയിട്ടില്ല, അവർ നോർമലായിട്ട് ചിന്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇവളുടെ ഹസ്ബൻഡ് പറയുന്നത്. അപ്പോൾ അതൊക്കെ അവൾ അംഗീകരിക്കുന്നതായിട്ട് നമ്മൾ തുടക്കത്തിൽ കാണുന്നു. However, as she becomes obsessed with the wallpaper, her thoughts become more frantic and repetitive. പക്ഷെ പിന്നീട് ഇവൾ ഈ വാൾപേപ്പറിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇവരുടെ ചിന്തയിലുള്ള ഈ ലോജിക്കെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഇവർ ഫ്രാൻറ്റിക് ആവുന്നതും റിപ്പീറ്റേറ്റീവ് ആവുന്നതും, ഈ വാൾപേപ്പറിനെ കുറിച്ച് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറയുന്നതും അതുപോലെ തന്നെ അവരുടെ ചിന്തയിലുള്ള ലോജിക്കൊക്കെ നഷ്ടപ്പെടുന്നതും റീഡേഴ്സിന് ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. Another example is a transition from passive observation to active involvement with the wallpaper. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് പറയാവുന്നത്, ഈ വാൾപേപ്പർ അവർ ആദ്യം ഒബ്സർവ് ചെയ്യുക മാത്രമാണ് ചെയ്തിരുന്നത്, പിന്നീട് അവർ ആക്റ്റീവായിട്ട് അതിൽ ഇൻവോൾവ് ആവുന്നു. ആ വാൾപേപ്പർ പറിച്ചു കളയാൻ നോക്കുകയും അതുപോലെ ആ വാൾപേപ്പറിനുള്ളിലുള്ള സ്ത്രീയെ കുറിച്ചിട്ടൊക്കെ പറയുന്ന രീതിയിൽ അവർ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റിലേക്ക് വരുന്നതും നമ്മൾ ഈ ജേർണലിലൂടെ കാണുന്നു. Early on, she described it as merely unpleasant, but later she perceives movement within it, showing her increasing detachment from reality. തുടക്കത്തിൽ അവൾക്ക് ആ വാൾപേപ്പർ ഇഷ്ടമില്ല, അത് അവിടെ നിന്ന് മാറ്റാം എന്നുള്ള രീതിയിലൊക്കെ ലോജിക്കലായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ പിന്നീട് ആ വാൾപേപ്പറിനകത്ത് അനക്കമുണ്ട്, അതിനകത്തൊരാളുണ്ട് എന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഡയറക്റ്റായിട്ട് റീഡേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് പേഴ്സൺ ജേർണൽ നരേറ്റീവ് സഹായിക്കുന്നുണ്ട്. The fragmented stream of conscious style narrative mirrors a deteriorating mental stability. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഈ ഒരു ഫസ്റ്റ് പേഴ്സൺ ജേർണൽ നരേറ്റീവ് കാരണം കൊണ്ട് റീഡേഴ്സിന് ഡയറക്റ്റായിട്ട് അവരുടെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. റൈറ്റിംഗ് ബിക്കംസ് മോർ എറാറ്റിക് ആൻഡ് ഡിസ്ജോയിൻറ്റഡ് ഓവർ ടൈം. അപ്പോൾ തുടക്കത്തിൽ അവരുടെ ഈ റൈറ്റിങ്ങിൽ നമ്മൾ പ്രശ്നമൊന്നും കാണുന്നില്ല, പിന്നീട് പതുക്കെയാണ് അവരുടെ റൈറ്റിങ്ങിൽ ഇതുപോലെ ലോജിക്കൊക്കെ നഷ്ടപ്പെട്ടു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഇതുപോലെ കുഴപ്പമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് റീഡേഴ്സിന് ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് ഈ ഒരു ഫസ്റ്റ് പേഴ്സൺ ജേർണൽ നരേറ്റീവ് സഹായിക്കുന്നുണ്ട്. Elucidate how the relationship of the narrator with her husband contributes to her mental deterioration. ഇനി നരേറ്ററും അവരുടെ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നത്? The relationship between the narrator and her husband is based on control and submission. നരേറ്ററും അവരുടെ ഹസ്ബൻഡും തമ്മിൽ റിലേഷൻ നമ്മൾ കാണുന്നത് കൺട്രോൾ ആൻഡ് സബ്മിഷൻ ആയിട്ടുള്ളതാണ്. വൈഫിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് നരേറ്ററുടെ ഹസ്ബൻഡിനെ നമ്മൾ കാണുന്നത്. John, as both husband and physician, holds complete authority over the narrator, denying her autonomy in both personal and medical decisions. ഇവരുടെ ഹസ്ബൻഡ് ജോൺ ഒരു ഡോക്ടർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കാണുന്നത് ഈ നരേറ്ററുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ജോൺ ആണ് തീരുമാനിക്കുന്നത്. ഒരു ഡോക്ടർ കൂടി ആയത് കാരണം കൊണ്ട് ഇവരുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ ഹസ്ബൻഡ് തന്നെ ഡിസൈഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദർ ഈസ് ഓൾസോ എ ലാക്ക് ഓഫ് ഇമോഷണൽ സപ്പോർട്ട്. ഇതുകൂടാതെ നരേറ്റർക്ക് ആവശ്യമായിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് അക്നോളജിങ് ഹെർ സഫറിങ്, ജോൺ ഡിസ്മിസസ് ഹെർ കൺസേൺസ് ആസ് മിയർ നെർവസ്നെസ്, മേക്കിംഗ് ഹെർ ഫീൽ അൺഹേർഡ് ആൻഡ് ഇൻവാലിഡേറ്റഡ്. തൻ്റെ ഡിപ്രഷനെ കുറിച്ചിട്ടും ഈ ഒരു അടച്ചിട്ടിരിക്കുമ്പോൾ ഉള്ള പ്രയാസത്തെക്കുറിച്ചിട്ടെല്ലാം നരേറ്റർ ജോണിനോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ വേഗം സുഖമാവും, ഇതൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ഈ
ഹസ്ബൻഡ് തിരിച്ച് ഇവരോട് പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവളുടെ ഈ സഫറിങ് മനസ്സിലാക്കുന്നതിന് പകരം, ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം, ഇതൊന്നും ഒരു വലിയ കാര്യമല്ല, ഇതൊക്കെ വേഗം ശരിയാവും എന്നുള്ള രീതിയിൽ ഒരു ഡിസ്മിസീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ജോണിൽ കാണുന്നത്. ദർ ഈസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ലവ് ആൻഡ് ഒപ്രഷൻ. ഇതുകൂടാതെ ഒരാളെ സ്നേഹിക്കുന്നതും ഒരാളെ കൺട്രോൾ ചെയ്യുന്നതും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ആ ഒരു വ്യത്യാസവും നമുക്ക് ഈ റിലേഷനിൽ കാണാൻ വേണ്ടി സാധിക്കും. ജോൺ ക്ലെയിംസ് ടു ആക്ട് ഔട്ട് ഓഫ് ലവ്, ബട്ട് ഹിസ് പാട്രണൈസിംഗ് ബിഹേവിയർ ആൻഡ് റിഫ്യൂസൽ ടു ലിസൺ ഓൺലി പുഷ് ഹർ ഫർദർ ഇൻ ടു ഡിസ്ട്രെസ്, മേക്കിംഗ് ഹർ ഫീൽ ട്രാപ്ഡ് റാദർ ദാൻ കെയർഡ് ഫോർ. അപ്പോൾ ജോൺ പറയുന്നത് അവളോടുള്ള സ്നേഹം കാരണം കൊണ്ടാണ് അയാൾ ഇങ്ങനെ പെരുമാറുന്നത്. അവളെ ഇതുപോലെ ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ സമ്മതിക്കാതെ ഈ റൂമിൽ തന്നെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതൊക്കെ അവളോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് ജോൺ പറയുന്നത്. പക്ഷേ ഹിസ് റിഫ്യൂസൽ ടു ലിസൺ, അവൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളൊരു കാര്യത്തിന് ജോൺ പ്രാധാന്യം കൊടുക്കുന്നില്ല. അവളൊരു കുട്ടിയെ പോലെയാണ്, അവൾക്കൊന്നും അറിയില്ല, ഇയാളാണ് എല്ലാം തീരുമാനിക്കുക എന്നുള്ള രീതിയിലാണ് ഇയാൾ അവിടെ പെരുമാറുന്നത്. അപ്പോൾ അത് നമ്മുടെ നരേറ്ററുടെ മെൻ്റൽ ഹെൽത്ത് കൂടുതൽ വഷളാവുന്നതിലേക്കാണ് നയിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആക്ടിവിറ്റിയും ഇല്ലാതെ ഇങ്ങനെ ഒരു റൂമിനകത്ത് തന്നെ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ മെൻ്റൽ ഹെൽത്ത് കൂടുതൽ മോശമാവുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആസ് എ റിലേഷൻഷിപ്പ് റീഇൻഫോഴ്സസ് ഹർ പവർലെസ്നെസ്, ഷീ പ്രൊജക്ട്സ് ഹർ സ്ട്രഗിൾസ് ഓൺ ടു ദ വാൾപേപ്പർ. അങ്ങനെ ഈ റിലേഷൻഷിപ്പിനകത്ത് ഇവൾക്ക് പ്രത്യേകിച്ച് ഒരു പവറൊന്നുമില്ല എന്നാണ് നമ്മൾ കാണുന്നത്. ജോണാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ വേറൊരു മാർഗ്ഗമില്ലാതെയാണ് നമ്മുടെ നരേറ്റർ അവരുടെ ഈ തോട്ട്സ് എല്ലാം ആ വാൾപേപ്പറിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഷീ ഇവഞ്ച്വലി ഐഡൻറ്റിഫൈസ് വിത്ത് എ ട്രാപ്ഡ് വുമൺ വിച്ച് ആക്സലറേറ്റ്സ് ഹർ ഡിസെൻഡ് ഇൻ ടു മാഡ്നസ്. അങ്ങനെ അവളിപ്പോൾ കടന്നു പോകുന്ന അതേ അവസ്ഥയിലൂടെ തന്നെയുള്ള ഒരു സ്ത്രീ ആ വാൾപേപ്പറിനകത്ത് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടൊക്കെ അവൾ സങ്കല്പിച്ച് കൂട്ടുകയാണ്. അത് പിന്നീട് അവരുടെ ഈ ഒരു മാനസിക നില മോശമാവുന്നതിലേക്ക് കാരണമാവുന്നു. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പിലെ ഡൈനാമിക് നമ്മൾ കാണുന്നത് ഒരു കൺട്രോളിങ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് ഈ നരേറ്റഡ് ഹസ്ബൻഡിൽ നമ്മൾ കാണുന്നത്. അതുകൂടാതെ ഇവളുടെ സഫറിങ്ങിനെ കുറിച്ച് കേൾക്കുകയോ ഇവളുടെ ഒരു പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാനോ ഹസ്ബൻഡ് ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നരേറ്റർ കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്നതിനും അവരുടെ മെൻ്റൽ ഹെൽത്ത് മോശമാവുന്നതിനും കാരണമായിട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. How does the setting of the room and its wallpaper reflect the narrator's inner mental state? ഇനി നരേറ്റർ റെസ്റ്റ് എടുക്കുന്ന ആ റൂമും ആ റൂമിലുള്ള വാൾപേപ്പറും എങ്ങനെയാണ് അവരുടെ മെൻ്റൽ സ്റ്റേറ്റിൻ്റെ സിമ്പിൾ ആവുന്നത്? ദ സെറ്റിംഗ് ഓഫ് ദ റൂം ആൻഡ് ദ വാൾപേപ്പർ ബിക്കംസ് എ സിമ്പിൾ ഓഫ് ദ നരേറ്റേഴ്സ് മെൻ്റൽ സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ റൂമും ആ റൂമിലെ വാൾപേപ്പറും നരേറ്ററുടെ മെൻ്റൽ സ്റ്റേറ്റിൻ്റെ സിമ്പിൾ ആവുന്നതായിട്ട് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നു. The nursery, with its barred windows and bolted down furniture, symbolizes the narrator's physical confinement and lack of freedom. ആ നഴ്സറി അല്ലെങ്കിൽ ആ റൂമിൻ്റെ പ്രത്യേകത ബാർഡ് വിൻഡോസ്, ഈ ജയിലിലൊക്കെ ഉള്ളതുപോലെയുള്ള ബാറുകളാണ് ആ ജനൽ കമ്പികളായിട്ട് നമ്മൾ കാണുന്നത്. അതുകൂടാതെ ബോൾട്ടഡ് ഡൗൺ ഫർണിച്ചർ, അവിടെയുള്ള ബെഡും അതുപോലെ മറ്റു ഫർണിച്ചർ എല്ലാം നിലത്തുറപ്പിച്ചിരിക്കുന്നതാണ്. ബെഡെല്ലാം ആണി അടിച്ചുകൊണ്ട് നിലത്തുറപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ഫ്രീഡം ഇല്ലാത്ത ഒരു ചിത്രമായിട്ടാണ് ആ റൂമിൻ്റെ സെറ്റിംഗ് നമ്മൾ കാണുന്നത്. അത് നമ്മുടെ നരേറ്റർ അനുഭവിക്കുന്ന ഈ ലാക്ക് ഓഫ് ഫ്രീഡത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് നമ്മൾ കാണുന്നു. The yellow wallpaper initially represents something merely unpleasant, but as she deteriorates, it transforms into a symbol of her mental state. തുടക്കത്തിൽ ആ യെല്ലോ വാൾപേപ്പർ എന്ന് പറയുന്നത് അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്ന രീതിയിൽ മാത്രമാണ് പറയുന്നത്. പക്ഷെ പിന്നീട് അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇങ്ങനെ മോശമാവുന്ന സാഹചര്യത്തിൽ അവരുടെ മെൻ്റൽ സ്റ്റേറ്റിൻ്റെ സിമ്പിളായിട്ട് ആ വാൾപേപ്പർ വരുന്നത് നമ്മൾ കാണുന്നു. The chaotic, tangled pattern of the wallpaper mirrors her disoriented thoughts and a sense of entrapment. ആ വാൾപേപ്പറിനകത്ത് കുറേ പാറ്റേൺസ് ഉണ്ട്, അതൊന്നും അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ മനസ്സിലുള്ള ചിന്തകളും ഇതുപോലെ ആകെ താളം തെറ്റിപ്പോകുന്നതിൻ്റെ സിമ്പിളായിട്ടാണ് ആ വാൾപേപ്പറിലെ പാറ്റേൺസ് ഇങ്ങനെ മീനിങ്ലെസ് ആയിട്ട് അവൾ പറയുന്നത് നമ്മൾ കാണുന്നത്. As she fixates on the wallpaper, she begins to see a woman struggling behind it. അങ്ങനെ അവൾ ആ വാൾപേപ്പറിലെ പാറ്റേൺസ് ഒക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത്, അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ വാൾപേപ്പറിനകത്ത് ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ അടച്ചിടപ്പെട്ടിരിക്കുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നുകയാണ്. ദിസ് വിഷൻ റിഫ്ലെക്ട്സ് ഹർ ഓൺ സപ്രസ്ഡ് ഇമോഷൻസ് ആൻഡ് ഡിസയർ ഫോർ എസ്കേപ്പ്. അപ്പോൾ നരേറ്റർ ഇതുപോലെ അടച്ചിടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ഈ വാൾപേപ്പറിനകത്ത് ഇതുപോലെ ആ പാറ്റേണിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ ഇങ്ങനെ ട്രാപ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ള വിഷൻ അവൾ കാണുന്നത്.
By the end, when she tears down the wallpaper, she symbolically attempts to free herself, though this act also marks her descent into complete madness. അങ്ങനെ ആ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീയെ രക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് അവൾ ആ വാൾപേപ്പറൊക്കെ അവസാനം അങ്ങനെ കീറിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അവളുടെ മാനസിക നില പൂർണ്ണമായിട്ടും വഷളാവുന്ന സമയത്താണ് ആ വാൾപേപ്പർ നശിപ്പിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അവളുടെ മനസ്സ് തകരുമ്പോൾ വാൾപേപ്പറും തകരുന്നു എന്നുള്ള രീതിയിൽ അവിടെയും നമ്മൾ ആ പാരലൽ കാണുന്നുണ്ട്. അത്തരത്തിൽ ഇവളുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു സിമ്പലായിട്ട് നമ്മൾ ആ വാൾപേപ്പറും ആ റൂമിലെ സെറ്റിങ്സും കാണുന്നു. Why do you think the narrator tells us the story through her journal? How would it be different if someone else were telling the story? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നരേറ്ററുടെ ജേർണലിലൂടെയാണ് നമ്മൾ ഈ സ്റ്റോറി കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ സ്റ്റോറി നരേറ്റ് ചെയ്തിരിക്കുന്നത്? ഇനി വേറൊരാൾ കഥ പറയുന്ന രീതിയിലാണ് ഈ സ്റ്റോറി അവതരിപ്പിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുക? The journal format provides an intimate, unfiltered look into the narrator's thoughts. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജേർണലിലൂടെ ഈ സ്റ്റോറി പറയുമ്പോൾ നരേറ്ററുടെ തോട്ട്സ്, ഇമോഷൻസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെ റീഡേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇറ്റ് മേക്സ് എ റീഡർ ഡയറക്ട്ലി വിറ്റ്നസ് എ ഡിക്ലൈൻ ഓഫ് അവർ മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ നരേറ്ററുടെ മെൻ്റൽ ഹെൽത്ത് ഇങ്ങനെ മോശമായിട്ട് വരുന്നത് ഡയറക്റ്റ് ആയിട്ട് അതിൽ ഓരോ സ്റ്റേജുകളും കാണാൻ വേണ്ടിയിട്ട് റീഡേഴ്സിന് ഈ ഒരു നരേഷനിലൂടെ സാധിക്കും. The journal allows her to express herself secretly as her husband has silenced her in real life. ഇതുകൂടാതെ ഈ ജേർണലിലൂടെയാണ് നമ്മുടെ നരേറ്റർ എക്സ്പ്രസ് ചെയ്യുന്നത്. കാരണം മറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് അടച്ചിട്ടിരിക്കുന്ന പോലെയാണ് അവൾ ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. റൈറ്റിംഗ് ബിക്കംസ് ഹർ ഓൺലി ഔട്ട്ലെറ്റ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് റെസിസ്റ്റൻസ്. അത്തരത്തിൽ അവളുടെ സെൽഫ് എക്സ്പ്രഷൻ്റെയും അതുപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെയും കൂടി ഒരു സിമ്പലായിട്ട് കൂടി നമുക്ക് അവളുടെ ഈ ജേർണൽ റൈറ്റിങ്ങിനെ കാണാവുന്നതാണ്. If someone else were narrating the story, it would present a detached and rationalized perspective. ഇനി നരേറ്റർക്ക് പകരം വേറെ ആരെങ്കിലുമാണ് അവരുടെ ഈ സ്റ്റോറി പറയുന്നുണ്ടെങ്കിൽ അത് ഇത്ര ഇൻറ്റിമേറ്റ് ആയിരിക്കില്ല, മറിച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയാം. ഇറ്റ് മൈറ്റ് റെഡ്യൂസ് നരേറ്റീവ് സഫറിങ് ടു മിയർ സിംറ്റംസ് ഓഫ് ഹിസ്റ്റീരിയ. അപ്പോൾ നരേറ്റർ കടന്നു പോകുന്ന ഈ സ്റ്റേജസ് ഒക്കെ സിംറ്റംസ് ആയിട്ട്, ഈ മാനസിക നിലതെറ്റുന്നതിൻ്റെ അടയാളങ്ങളായിട്ടും അതുപോലെ തന്നെ ഹിസ്റ്റീരിയ അല്ലെങ്കിൽ അവൾ വയലൻ്റ് ആവുന്നതായിട്ടൊക്കെ ആയിരിക്കും വേറൊരാൾ ആ കഥ പറയുമ്പോൾ ഉണ്ടായിരിക്കുക. നരേറ്റർ അവരുടെ മനസ്സ് കടന്നു പോകുന്ന ഓരോ സ്റ്റേജുകളും അവിടെ അവതരിപ്പിക്കുന്നത് ഈ ഒരു ജേർണലിലൂടെ കഥ പറയുമ്പോഴാണ്. വേറൊരാൾ കഥ പറയുമ്പോൾ ഇതുപോലെ മെൻ്റൽ ഹെൽത്ത് തകരാറിലായിട്ടുള്ള ഒരാളുടെ കഥ എന്നുള്ള രീതിയിലാണ് നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. The horror of her mental unraveling would be lost in an external narration, as she would be presented as merely sick rather than oppressed. ഇതുകൂടാതെ അവരുടെ ഈ ഒരു മാനസിക നിലയുടെ തകരാറിലാവുന്നതിൻ്റെ ഒരു ആഴം ഈ ജേർണലിലൂടെ അവതരിപ്പിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അവർ അടിച്ചമർത്തപ്പെടുന്നതിൻ്റെയും അവരെ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് പൂട്ടിയിടുന്നതിൻ്റെയും അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആക്ടിവിറ്റീസ് എല്ലാം നിഷേധിക്കപ്പെടുന്നതിൻ്റെ എല്ലാം ആംഗിളുകൾ ഈ ഒരു ജേർണലിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. വേറൊരാളാണ് ഈ കഥ പറയുന്നുണ്ടെങ്കിൽ ഒരു അസുഖം വന്നിട്ടുള്ള ഒരാളുടെ കഥ എന്ന രീതിയിലേക്കായിരിക്കും ഒരുപക്ഷെ നമ്മളത് കാണുക. The subjective voice ensures that her struggle is deeply personal, making her experience of entrapment and isolation more impactful. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേവലം ഒരു മെൻ്റൽ ഹെൽത്ത് തകരാറിലായിട്ടുള്ള ഒരാളുടെ കഥ മാത്രമല്ല, എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റീഡേഴ്സിന് മനസ്സിലാവുന്നത് ഈ ഫസ്റ്റ് പേഴ്സൺ ജേർണൽ നരേറ്റീവിലൂടെ അത് എഴുതിയതുകൊണ്ടാണ്. How does the yellow wallpaper serve as a symbol of the narrator's struggle for freedom? യെല്ലോ വാൾപേപ്പർ അവരുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു സിമ്പലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതുകൂടാതെ അവരുടെ ഈ സ്ട്രഗിൾ ഫോർ ഫ്രീഡം, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ സ്ട്രഗിളിൻ്റെ സിമ്പലായിട്ട് കൂടി എങ്ങനെയാണ് യെല്ലോ വാൾപേപ്പർ വരുന്നത്? The yellow wallpaper in the story serves as a symbol of the narrator's struggle for freedom. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മെൻ്റൽ ഹെൽത്തിൻ്റേത് മാത്രമല്ല, അവരുടെ സ്ട്രഗിളിൻ്റെ കൂടി ഒരു സിമ്പലായിട്ട് നമുക്ക് ഈ യെല്ലോ വാൾപേപ്പറിനെ കാണാവുന്നതാണ്. The wallpaper symbolizes narrator's confinement and her growing desperation for liberation. ഈ വാൾപേപ്പറും അതിൽ പാറ്റേൺസും അതിനകത്തൊരു സ്ത്രീയുടെ ചിത്രമുണ്ടെന്ന് അവർ പറയുന്നതെല്ലാം തന്നെ നമുക്ക് കാണുന്നത് ഈ ഒരു കൺഫൈൻമെൻറ്റ്, ഇങ്ങനെ അടച്ചിടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയും അതുപോലെ തന്നെ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു സ്ട്രഗിളിൻ്റെയും സിമ്പലായിട്ട് നമുക്ക് ആ വാൾപേപ്പറിനെ കാണാവുന്നതാണ്. The chaotic tangled pattern of the wallpaper mirrors her disoriented thoughts and sense of entrapment. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വാൾപേപ്പറിൻ്റെ പാറ്റേൺ എല്ലാം തന്നെ അവരുടെ ആ ഒരു അവസ്ഥയുടെ സിമ്പലായിട്ട് നമ്മൾ കാണുന്നതാണ്.
The figure of the trapped woman within the wallpaper represents her own oppression under societal and marital constraints. ഇനി ആ വാൾപേപ്പറിൽ അവളുടെ പാറ്റേണിൽ നിന്ന് അവൾ നോക്കിയെടുക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഇങ്ങനെ ട്രാപ്ഡ് ആയി കിടക്കുന്ന സ്ത്രീയുടേതാണ്. അവരുടെ തന്നെ ഒരു അവസ്ഥയുടെ സിമ്പലാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവരും ഇതുപോലെ സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയുടെയും ഈ ഒരു ഒപ്രഷനിലൂടെ ഇങ്ങനെ അടച്ചിടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയുടെ സിമ്പലായിട്ട് ആ വാൾപേപ്പർ വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. Her obsession with peeling away the wallpaper reflects her subconscious attempt to break free from her husband's control. അപ്പോൾ ഈ വാൾപേപ്പർ ഇങ്ങനെ കീറിക്കളയണം, അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീയെ രക്ഷിക്കണം എന്നാണ് ഇവളിങ്ങനെ ഒബ്സസീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെ ഇതുപോലെ അടച്ചിടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അതിന്ന് രക്ഷപ്പെടണം എന്നുള്ള അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള തോട്ടാണ് ആ വാൾപേപ്പറിനകത്തുള്ള സ്ത്രീയെ ഈ വാൾപേപ്പർ കീറിക്കളഞ്ഞുകൊണ്ട് രക്ഷിക്കണം എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്നതിന് അവളെ പ്രേരിപ്പിക്കുന്നത്. ദസ് ദ യെല്ലോ വാൾപേപ്പർ സിംബലൈസസ് ബോത്ത് ഹെർ മെൻ്റൽ സ്റ്റേറ്റ് ആൻഡ് ഹെർ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. അത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു സിമ്പലായിട്ടും അതുകൂടാതെ അവളുടെ സ്ട്രഗിൾ ഫോർ ഫ്രീഡത്തിൻ്റെ ഒരു സിമ്പലായിട്ട് കൂടി ആ വാൾപേപ്പർ ഈ സ്റ്റോറിയിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം: അനലൈസ് ഹൗ ദ റിലേഷൻഷിപ്പ് ഓഫ് ദ നരേറ്റർ വിത്ത് ഹെർ ഹസ്ബൻഡ് റിഫ്ലെക്ട്സ് സൊസൈറ്റൽ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ജെൻഡർ റോൾസ് ഡ്യൂറിങ് ദ ലേറ്റ് 19th century. ഈ സ്റ്റോറിയിലെ നരേറ്ററും അവരുടെ ഹസ്ബൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആ ഒരു കാലഘട്ടത്തിലെ ജെൻഡർ റോൾസ് സംബന്ധിച്ച സോഷ്യൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്? ദ നരേറ്റേഴ്സ് റിലേഷൻഷിപ്പ് വിത്ത് ജോൺ reflects the rigid gender roles of the 19th century, where men were authoritative decision makers and women were expected to be submissive and obedient. അപ്പോൾ ഈ 19ാം നൂറ്റാണ്ടിലെ ഈ വളരെ കർക്കശമായിട്ടുള്ള ജെൻഡർ റോൾസിൻ്റെ ഒരു ചിത്രമാണ് ഈ സ്റ്റോറിയിൽ നരേറ്ററും അവരുടെ ഹസ്ബൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ കാണുന്നത്. ഇവിടെ മെൻ വേർ ഒതോറിറ്റേറ്റീവ് ഡിസിഷൻ മേക്കേഴ്സ്. ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് പോലെ ഹസ്ബൻഡാണ് അവിടെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. സ്ത്രീകൾ അവിടെ സബ്മിസീവായിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്ന രീതിയിലുള്ള ഒരു ജെൻഡർ റോൾ ഉള്ളതായിട്ടാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. John, as both a husband and a physician, embodied this dominance by controlling every aspect of his wife's existence, including her health, activities and thoughts. അപ്പോൾ ഈ സ്റ്റോറിയിൽ ജോണ് അവളുടെ ഹസ്ബൻഡാണ്, കൂടാതെ ഒരു ഡോക്ടർ കൂടിയാണ്. അത്തരത്തിൽ ഇവളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ജോൺ ആണ് എന്നുള്ളതാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. അവൾ എവിടെ താമസിക്കുന്നു, അവൾ താഴത്തെ നിലയിൽ നിൽക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്, പക്ഷെ മുകളിലത്തെ നിലയിൽ നിന്നാൽ മതി എന്ന് ഹസ്ബൻഡ് പറയുന്നു. അതുപോലെ തന്നെ അവൾ എന്തെല്ലാം ചെയ്യുന്നു, ചെയ്യാതിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് ഡിസൈഡ് ചെയ്യുന്നതായിട്ടാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. John dismisses his wife's concerns, belittling her emotions as mere nervousness, which mirrors how women's voices were often invalidated by society. ഇതുകൂടാതെ ഈ നരേറ്റർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വില കുറച്ചുകൊണ്ടാണ് ജോൺ ഈ സ്റ്റോറിയിൽ റിയാക്ട് ചെയ്യുന്നത്. അവൾക്ക് ഇതുപോലെ മറ്റുള്ള ആളുകളുമായിട്ട് എൻഗേജ് ചെയ്യണം, സോഷ്യൽ ആക്ടിവിറ്റി വേണമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ജോൺ വില കുറച്ച് കാണുന്നു. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകളുടെ ശബ്ദങ്ങൾ ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്നുള്ള ഒരു ചിത്രം കൂടി നമുക്കിവിടെ ലഭിക്കുന്നു. His insistence that she follow the rest cure and refrain from intellectual stimulation reinforces the belief that women were fragile and incapable of making rational decisions. കൂടാതെ ഈ ഹസ്ബൻഡ് ആവർത്തിച്ച് പറയുന്നുണ്ട് റെസ്റ്റ് ക്യൂർ, അല്ലെങ്കിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുക മാത്രം ചെയ്താൽ മതി, വേറെ ഒരു ആക്ടിവിറ്റിയും ചെയ്യേണ്ട എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് വളരെ ദുർബലരായിട്ടുള്ള ആളുകളാണ്, അവർക്കൊരു ആക്ടിവിറ്റിയും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ എല്ലാം ഒരു റിഫ്ലക്ഷൻ നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നു. The way John infantilizes his wife and treats her like a child, demonstrating the broader societal view of women as dependent and subordinate. ഇതുകൂടാതെ ഒരു കുട്ടിയോട് എന്നതുപോലെയാണ് ജോൺ തൻ്റെ വൈഫിനോട് പെരുമാറുന്നത്. അവളെ പലപ്പോഴും കുട്ടിയെന്ന് വിളിക്കുകയും അയാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും നോക്കാൻ കഴിയാത്ത ആളുകളാണ് സ്ത്രീകൾ, അവർ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളൊരു സോഷ്യൽ ആറ്റിറ്റ്യൂഡാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ചിത്രവും നമുക്ക് ഈ സ്റ്റോറിയിൽ ലഭിക്കുന്നുണ്ട്. This power dynamic forces the narrator into a state of helplessness, reflecting the expectation that women should be obedient and passive. അപ്പോൾ ഇവരുടെ റിലേഷനിൽ ഇത്തരത്തിലുള്ള ഒരു പവർ ഇംബാലൻസ് നമ്മൾ കാണുന്നുണ്ട്. എല്ലാ ഡിസിഷൻസും ജോണാണ് എടുക്കുന്നത്, നരേറ്റർക്ക് അവിടെ ഫ്രീഡം ഇല്ല. അതാണ് അവരുടെ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് തകർന്നതിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നു.
John's control over his wife's physical space, including locking her in the nursery and restricting her from engaging in meaningful activities, symbolizes the literal and figurative confinement of women within domestic roles. അപ്പോൾ നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നുണ്ട് ആ ഒരു റൂമിനകത്ത് ഈ നരേറ്ററെ അടച്ചിടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൂടാതെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്നതിന് അവരെ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ ഇങ്ങനെ വീടിനകത്ത് അടച്ചിട്ടിരിക്കുന്ന ആളുകളായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സിമ്പലായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഹിസ് ബിലീഫ് ദാറ്റ് ഹീ നോസ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ ഹെർ മിറേഴ്സ് ദ ബ്രോഡർ പാട്രിയാർക്കൽ സിസ്റ്റം ദാറ്റ് ഡിനൈഡ് വിമൻ ഓട്ടോണമി. അതുകൂടാതെ ഇവളുടെ ഈ ഒരു മെൻ്റൽ സ്റ്റേറ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവൾക്ക് ആക്ടിവിറ്റിയിൽ ഏർപ്പെടാനുള്ള ടെൻഡൻസിയെ കുറിച്ചിട്ടെല്ലാം പറയുന്ന സമയത്ത് അതൊന്നും വേണ്ട, റെസ്റ്റ് എടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് ഹസ്ബൻഡ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്ത്രീകൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം അവരെക്കാൾ കൂടുതൽ ഈ പുരുഷന്മാർക്ക് അറിയും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നുണ്ട്. By showing how this dynamic leads to the narrator's psychological deterioration, Gilman critiques the damaging effects of these gender roles. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ജെൻഡർ റോളും ഒപ്രഷനും കാരണം കൊണ്ട് നരേറ്ററുടെ മാനസിക നില തകരാറിലാവുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു റിജിഡ് ആയിട്ടുള്ള ജെൻഡർ റോൾസ് സിസ്റ്റം എത്രമാത്രം ഹാംഫുൾ ആണ് എന്നുള്ള ഒരു കാര്യമാണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് സഫോക്കേറ്റിംഗ് റിയാലിറ്റി മെനി വിമൻ ഫേസ്ഡ് ഇൻ മാരേജ് ആൻഡ് സൊസൈറ്റി ഡ്യൂറിങ് ദിസ് പീരീഡ്. ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ ഒരുപാട് കടന്നു പോയിട്ടുള്ള ഒരു അവസ്ഥയുടെ ചിത്രമാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. അതായത് പുറത്തൊന്നും പോവാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ അടച്ചിട്ടിരിക്കുന്ന ഒരു ജെൻഡർ റോളാണ് ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആ ഒരു ചിത്രം ഈ സ്റ്റോറിയിലൂടെ നമ്മൾ കാണുന്നു. അടുത്ത ചോദ്യം, എക്സാമിൻ ഹൗ ഗിൽമാൻ യൂസസ് റൈറ്റിംഗ് ആസ് എ മീൻസ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ദ യെല്ലോ വാൾപേപ്പർ. ഇനി ഈ സ്റ്റോറിയുടെ ഓതർ ഗിൽമാൻ എങ്ങനെയാണ് റൈറ്റിങ്ങിനെ ഒരു സോഷ്യൽ റെസിസ്റ്റൻസിൻ്റെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്? Charlotte Perkins Gilman uses the yellow wallpaper as a form of literary resistance against patriarchal oppression. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1892 ഈ കഥ എഴുതപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തീർത്തും പാട്രിയാർക്കലായിട്ടുള്ള അല്ലെങ്കിൽ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു സമൂഹമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിനെതിരെയുള്ള റെസിസ്റ്റൻസ് എന്ന രീതിയിലാണ് അവർ ഈ സ്റ്റോറി എഴുതുന്നത്. By crafting a first-person narrative, she immerses readers in the mind of a woman suffering under rigid gender roles, making her psychological deterioration a direct critique of these constraints. പിന്നെ ഇതിലെ ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു നരേറ്റീവിലൂടെയാണ് ഒരു സ്ത്രീയുടെ മനസ്സ് റീഡേഴ്സിൻ്റെ മുന്നിൽ അവർക്ക് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇത്തരം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജെൻഡർ റോൾസ്, ഇതുപോലെ ഒപ്രഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ മനസ്സിനെ എങ്ങനെ തകർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രം റീഡേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലൂടെ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ഈ ജെൻഡർ റോൾസിന് എതിരെയുള്ള ഒരു ക്രിറ്റിസിസമായിട്ട് കൂടി നമ്മൾ ഈ റൈറ്റിങ്ങിനെ കാണുന്നു. ദി ആക്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇറ്റ്സെൽഫ് ഇസ് എ ചലഞ്ച് ടു മെയിൽ ഡോമിനേറ്റഡ് നരേറ്റീവ്സ്. ഇതുകൂടാതെ ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് തന്നെ ആ കാലഘട്ടത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയോടുള്ളൊരു ചലഞ്ചായിട്ടാണ് നമ്മൾ കാണുന്നത്. അറ്റ് എ ടൈം വെൻ വുമൻസ് എക്സ്പീരിയൻസസ് വെർ ഓഫ്റ്റൻ ഡിസ്മിസ്ഡ് ആസ് ഹിസ്റ്റീരിയ, ഗിൽമൻ പ്രൊവൈഡ്സ് ആൻ അൺഫിൽറ്റേർഡ് ഫീമെയിൽ പെർസ്പെക്റ്റീവ്, എക്സ്പോസിംഗ് ദ ഹാം കോസ്ഡ് ബൈ ദ റെസ്റ്റ് ക്യൂർ ആൻഡ് ദ ബ്രോഡർ സപ്രഷൻ ഓഫ് വിമൻസ് ഓട്ടോണമി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയുകയുണ്ടായി സ്ത്രീകളുടെ മെൻ്റൽ ഹെൽത്തിനോ ഇമോഷൻസിനോ ഒരു പ്രാധാന്യം കൊടുക്കപ്പെടാത്തൊരു കാലഘട്ടമാണ്. അത്തരമൊരു കാലഘട്ടത്തിൽ ഇതുപോലൊരു ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലൂടെ അതിൻ്റെ ഡയറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നടത്തുന്നതിലൂടെ അതിനെ ക്രിട്ടിക്ക് ചെയ്യുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നു. Gilman structures the story as a secret journal, a subversive technique that mirrors how women's voices were pushed into private hidden spaces. ഇതുകൂടാതെ ഈ സ്റ്റോറി സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് തന്നെ ഒരു ഹിഡൻ ജേണലിൻ്റെ രൂപത്തിലാണ്. നരേറ്റർ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടൊക്കെ എഴുതുന്ന ഒരു ജേണൽ പോലെയാണ് ഈ സ്റ്റോറി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ശബ്ദം അടിച്ചമർത്തപ്പെടുന്നതിൻ്റെ ഒരു സിമ്പലായിട്ട് കൂടി നമുക്കത് കാണാവുന്നതാണ്. The fragmented, increasingly frantic style of writing not only reflects the narrator's deteriorating mental state, but also symbolizes the way women's intellectual and emotional lives were fractured by oppression. അപ്പോൾ ഈ ജേണലിൽ നമ്മൾ കാണുന്നുണ്ട് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു നെറേറ്റീവാണ്. അവരുടെ മെൻ്റൽ ഹെൽത്ത് മോശമാവുന്നതിനനുസരിച്ചിട്ട് ആ നെറേറ്റീവ് ഇങ്ങനെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതവരുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ മാത്രം ഒരു സിമ്പലായിട്ടല്ല നമ്മൾ കാണുന്നത്, മറിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഫീമെയിൽ വോയിസ് ഒപ്രസ് ചെയ്യുന്നതിൻ്റെയും ആ ഒപ്രഷനിലൂടെ അത് ഫ്രാഗ്മെൻറ്റഡ് ആവുന്നതിൻ്റെയും ഒരു സിമ്പലായിട്ട് കൂടി നമ്മളത് കാണുന്നു.
By blurring the line between reality and madness, Gilman forces readers to question the legitimacy of patriarchal authority. ഇതുകൂടാതെ നമ്മുടെ നരേറ്റർ ഈ ജേർണൽ എഴുതി തുടങ്ങുന്ന സമയത്ത് അവരുടെ മെൻ്റൽ ഹെൽത്തിന് വലിയ കുഴപ്പം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നീടാണ് അതിങ്ങനെ മോശമായിട്ട് വരുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ പാട്രിയാർക്കൽ അതോറിറ്റി അതിൽ ഒരു വലിയ ഘടകമായത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം ഈ റൈറ്റിങ്ങിലൂടെ ചലഞ്ച് ചെയ്യുന്നു. The narrator's descent into insanity is not simply a medical condition, but a direct result of male control, making the story a radical critique of the way women's health and minds were misinterpreted by men. അപ്പോൾ ഈ സ്റ്റോറി നമ്മൾ കാണുന്നത് വെറും ഒരു മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, അതായത് ഒരു വ്യക്തിയുടെ മനസ്സ് അല്ലെങ്കിൽ മാനസിക നില തകരാറിലാവുന്ന ചിത്രം മാത്രമല്ല നമ്മളിവിടെ കാണുന്നത്, മറിച്ച് അതിൻ്റെ കാരണങ്ങളും നമ്മളിവിടെ കാണുന്നുണ്ട്. അവൾക്ക് പറയാനുള്ളത് കേൾക്കാതെ, അവളുടെ ആവശ്യങ്ങൾ കേൾക്കാതെ ഈ റെസ്റ്റ് ക്യൂർ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആക്ടിവിറ്റിയിൽ നിന്നും മാറ്റി നിർത്തി അവളെ ഒരു റൂമിനകത്ത് ഇങ്ങനെ അടച്ചിട്ടത് കൊണ്ടാണ് അവളുടെ മാനസിക നില തകരാറിലായിട്ട് വരുന്നത് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ചിത്രം മാത്രമല്ല, ആ ഒരു ഒപ്രഷൻ, പാട്രിയാർക്കി എന്നിവയെല്ലാം ഇതിലെങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്നുള്ള ഒരു ക്രിറ്റിസിസം കൂടി നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നുണ്ട്. അടുത്ത ചോദ്യം, ഹൗ ഡസ് ദ റെസ്റ്റ് ക്യൂർ പ്രിസ്ക്രൈബ് ടു ദ നരേറ്റർ ഇൻ ദ യെല്ലോ വാൾപേപ്പർ reflect the medical attitudes towards women's mental health in the late 19th century, discuss the implications of Gilman's critique of medical practices and societal attitudes towards women during this period. ഇനി ഈ സ്റ്റോറിയിൽ നരേറ്റർക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റെസ്റ്റ് ക്യൂർ ആ ഒരു കാലഘട്ടത്തിൽ മെഡിക്കൽ സൊസൈറ്റിക്ക് വുമൻസ് മെൻ്റൽ ഹെൽത്തിനോടുള്ള ഏത് ആറ്റിറ്റ്യൂഡാണ് ഇവിടെ കാണിക്കുന്നത്, അതുകൂടാതെ ഈ ഒരു ക്രിറ്റിസിസത്തിലൂടെ മെഡിക്കൽ പ്രാക്ടീസ് സംബന്ധിച്ചും സൊസൈറ്റൽ ആറ്റിറ്റ്യൂഡ്സ് സംബന്ധിച്ചിട്ടുമുള്ള ആ ഒരു കാലഘട്ടത്തിൽ എന്ത് ചിത്രമാണ് നൽകുന്നത്. The rest cure prescribed to the narrator reflects a late 19th century medical belief that women's mental health issues stemmed from overexertion, hysteria, or an inability to manage emotions. അപ്പോൾ ഈ സ്റ്റോറിയിൽ അവതരിപ്പിച്ചിട്ടുള്ള റെസ്റ്റ് ക്യൂർ ഈ 19-ാം നൂറ്റാണ്ടിലുള്ള ആ ഒരു മെഡിക്കൽ ബിലീഫാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. അതായത് സ്ത്രീകളുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഓവർ എക്സ്റ്റേഷൻ, അവർ വളരെ ആക്റ്റീവ് ആവുന്ന കാരണം കൊണ്ടും അതുപോലെ തന്നെ അവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടെല്ലാം ആണ് എന്നുള്ളൊരു മെഡിക്കൽ ബിലീഫാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ചിത്രം ഈ സ്റ്റോറിയിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നു. This treatment emphasized isolation, physical inactivity, and the avoidance of intellectual stimulation, reinforcing the idea that women were fragile and incapable of self-governance. ഈ റെസ്റ്റ് ക്യൂർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഒരു ഐസൊലേഷൻ, ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ സജസ്റ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഇനാക്ടിവിറ്റി, ശരീരവും മനസ്സും പൂർണ്ണമായിട്ടും റെസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്, ഒരു വർക്കും എടുക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ചികിത്സാ രീതി ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. വിമൻ വെർ ഫ്രജൈൽ, സ്ത്രീകൾ വളരെ ദുർബലരാണ് എന്നുള്ള ആ ഒരു കാലഘട്ടത്തിലെ ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു ചികിത്സാ രീതിയിൽ നമ്മളവിടെ കാണുന്നത്. John, as a physician, embodies these medical attitudes by dismissing his wife's feelings and imposing the rest cure, believing it will restore her health. ഇനി ഇവളുടെ ഹസ്ബൻഡ് ഒരു ഡോക്ടർ കൂടിയാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നരേറ്റർ പല സമയത്തും അവരുടെ ഈ ഒരു ഇമോഷൻസിനെ കുറിച്ചിട്ട് ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവർക്കൊരു സോഷ്യൽ ആക്ടിവിറ്റി വേണമെന്നുള്ള കാര്യമൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഈ ജോൺ ഡിസ്മിസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ റെസ്റ്റ് ക്യൂർ മാത്രം എടുത്താൽ മതി, അതുകൊണ്ട് എല്ലാം നന്നാവും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവിടെ ജോണിൽ നമ്മൾ കാണുന്നത്. His refusal to take her concern seriously mirrors the paternalistic approach of doctors who assumed authority over women's bodies and minds. അപ്പോൾ ഇത്തരത്തിൽ അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഇവിടെ ജോൺ തയ്യാറാവുന്നില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുള്ള ഈ ഒരു മെഡിക്കൽ സയൻസിൽ ഡിസ്മിസീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണുകയാണ്. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അവരുടെ ബോഡി എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ ഡോക്ടർമാർക്ക് അറിയും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നത്. Rather than improving her condition, the rest cure worsens the narrator's mental state, demonstrating the dangers of ignoring women's autonomy in medical treatment. അപ്പോൾ നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നുണ്ട്, അവളുടെ ഒരു കണ്ടീഷൻ മെച്ചപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ വഷളാക്കുകയാണ് ഈ റെസ്റ്റ് ക്യൂർ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇമോഷൻസിനെ കുറിച്ചിട്ട് അവർ പറഞ്ഞുകൊണ്ട് തന്നെ അറിയേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത്തെ ഈ സ്റ്റോറിയിലൂടെ ചിത്രീകരിക്കുന്നു. Her desire to write, engage with others, and express herself is stifled, leading to a psychological breakdown rather than recovery. അപ്പോൾ
അവൾ പലപ്പോഴും പറയുന്നുണ്ട് അവൾക്കിങ്ങനെ ഈ എഴുതാനും അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റി മറ്റുള്ള ആളുകളെ സന്ദർശിക്കാനും ഒക്കെ അവൾ ആദ്യം താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം നിഷേധിക്കപ്പെടുന്നതിലൂടെയാണ് അവളുടെ ഒരു മെൻ്റൽ ഹെൽത്ത് വഷളാവുന്നതായിട്ട് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. Gilman's critique extends beyond medicine to broader societal attitudes that dismissed women's distress as mere exaggeration. അപ്പോൾ മെഡിക്കൽ സയൻസിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു കാലഘട്ടത്തിലുള്ള സോഷ്യൽ ആറ്റിറ്റ്യൂഡിനെ കൂടി ഇവർ വിമർശിക്കുന്നതായിട്ട് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണാം. ദ നറേറ്റീവ്സ് സഫറിംഗ് ഈസ് നോട്ട് ഓൺലി എ റിസൾട്ട് ഓഫ് മിസ്ഗൈഡഡ് മെഡിക്കൽ പ്രാക്ടീസസ് ബട്ട് ഓൾസോ ഓഫ് എ പാട്രിയാർക്കൽ സിസ്റ്റം ദാറ്റ് സൈലൻസസ് വിമൻ ആൻഡ് ഡിനൈസ് ദം കൺട്രോൾ ഓവർ ദെയർ ലൈഫ്സ്. ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഈ ഒരു മെഡിക്കൽ പ്രാക്ടീസിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് മാത്രമല്ല അവരുടെ മെൻ്റൽ ഹെൽത്ത് വഷളാവുന്നത്, മറിച്ച് ആ ഒരു പാട്രിയാർക്കൽ സിസ്റ്റം ഇവർക്ക് പറയാനുള്ളത് കേൾക്കാതെ ഇവരെ ഇതുപോലെ അടച്ചിടുന്ന ആ ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു കുഴപ്പം കൊണ്ടുകൂടി ആയിട്ടാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. Gilman's own experience with the rescue cure nearly led to a breakdown and she wrote this story to warn against its dangers. ഇതുകൂടാതെ ഈ ഒരു ചികിത്സാ രീതി നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഇതിൻ്റെ ഓതർ. അത് അവരുടെ മാനസിക നില തകർക്കുന്നതിൻ്റെ വക്കത്ത് വരെ എത്തിയതായിട്ട് അവർ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഡേഞ്ചേഴ്സിനെ കുറിച്ചിട്ട് അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നത്. By illustrating the devastating effects of enforced passivity, the yellow wallpaper serves as a call for reform in both medical treatment and the societal perception of women's mental health. അപ്പോൾ ഈ കഥ എഴുതപ്പെട്ടിട്ടുള്ളത് നമ്മൾ പറഞ്ഞു 1892 അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ സ്റ്റോറി ചെയ്യുന്നത് ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് പറയാനുള്ളത് കേൾക്കാത്ത ഒരു ആറ്റിറ്റ്യൂഡിനെ വിമർശിക്കുകയും അതുകൂടാതെ പൊതുവിൽ ആ ഒരു കാലഘട്ടത്തിലുള്ള ഈ ഒരു പാട്രിയാർക്കൽ സോഷ്യൽ ആറ്റിറ്റ്യൂഡിനെ വിമർശിക്കുകയുമാണ് എന്നുള്ളത് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നു. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ യെല്ലോ വാൾപേപ്പർ ആസ് എ ക്രിട്ടിക് ഓഫ് പാട്രിയാർക്കി സൈറ്റിംഗ് അറ്റ്ലീസ്റ്റ് 3 എക്സാമ്പിൾസ് ഫ്രം ദ ടെക്സ്റ്റ്. ഇനി ഈ സ്റ്റോറിയെ പാട്രിയാർക്കിക്കെതിരെയുള്ള ഒരു ക്രിട്ടിക്കായിട്ട് അല്ലെങ്കിൽ പുരുഷ മേധാവിത്വ സമൂഹത്തിനോടുള്ള വിമർശനമായിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. The yellow wallpaper critiques patriarchy by exposing how male authority in marriage, medicine and society oppresses women and leads to their suffering. അപ്പോൾ ഈ ഒരു സ്റ്റോറി പാട്രിയാർക്കിക്കെതിരെയുള്ള ഒരു ക്രിട്ടിക്കാണെന്ന് നമുക്ക് പറയാം. ഈ സ്റ്റോറിയിലൂടെ ഈ മെയിൽ അതോറിറ്റി അത് മാരേജിലാണെങ്കിലും മെഡിസിനിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും എങ്ങനെയാണ് സ്ത്രീകളെ ഒപ്രസ് ചെയ്യുന്നത് എന്നുള്ളതും അത് അവരുടെ സഫറിങ്ങിന് കാരണമാവുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിത്രം ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നുണ്ട്. Through the narrative's experiences, Gilman highlights the damaging effects of patriarchal control. ഈ സ്റ്റോറിയിൽ നരേറ്റർ കടന്നു പോകുന്ന അനുഭവങ്ങളിലൂടെ പാട്രിയാർക്കൽ കൺട്രോളിൻ്റെ ഡാമേജിങ് എഫക്ട്സ് ഈ സ്റ്റോറിയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. John's role as both a husband and a doctor allows him to dictate every aspect of the narrator's life, reinforcing the societal belief that women are incapable of understanding their own health. അപ്പോൾ ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് നരേറ്ററുടെ ഹസ്ബൻഡ് ജോൺ അവളുടെ ഡോക്ടർ കൂടിയായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടാണ്. അത്തരത്തിൽ ഇവൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത് ജോൺ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നരേറ്റർ പറയുന്നതും അവളുടെ ഇമോഷൻസിനെ കുറിച്ച് പറയുന്നതൊന്നും ജോൺ കേൾക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ചും അവളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റിനെ കുറിച്ചിട്ടും അവൾക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ഹസ്ബൻഡിന് അറിയുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിനെ അവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. His insistence on the rescue cure, despite its harmful effects, demonstrates how patriarchal medical practices disregarded women's autonomy and well-being. ഇതുകൂടാതെ റെസ്റ്റ് ക്യൂറിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്തതാണ്, അത് എത്ര ഹാംഫുൾ ആണെന്നുള്ളത്. അതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്ത്രീകൾക്ക് പറയാനുള്ള കാര്യം കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഇമോഷൻസ് അവർ ഷെയർ ചെയ്യുന്നതോ അതുപോലെ തന്നെ ഒരു സോഷ്യൽ ആക്ടിവിറ്റിക്ക് വേണ്ടി അവർ പറയുന്നതോ കേൾക്കാതെ റെസ്റ്റ് എടുക്കൂ എന്ന് മാത്രം പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു ചികിത്സയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഈ സ്ത്രീകളുടെ ഓട്ടോണമി അവിടെ ഇല്ലാതാക്കുകയും അതുകൂടാതെ തന്നെ അവർ വളരെ ദുർബലരാണ്, അവർക്ക് വേണ്ടത് എന്താണെന്നുള്ളത് അവരെക്കാൾ കൂടുതൽ ഇവർക്കറിയും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും ഒക്കെയാണ് അവിടെ കാണുന്നത്. അത്തരം ആറ്റിറ്റ്യൂഡുകളെല്ലാം ഈ സ്റ്റോറിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നു. The narrator's forced isolation in the nursery, a former children's room with barred windows, symbolizes the physical and psychological imprisonment of women within domestic roles. ഇനി നരേറ്റർ അവിടെ ഒരു മുറിക്കകത്ത് അടച്ചിടപ്പെടുകയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഒരു ബാർഡ് വിൻഡോസ്, ജയിൽ കമ്പികളിന് സമാനമായിട്ടുള്ള ജനൽ കമ്പികളാണ് ആ റൂമിനുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള റൂമിനകത്ത് തന്നെ ഇവരിങ്ങനെ മുഴുവൻ സമയവും ചെലവഴിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ ഇങ്ങനെ വീടിൻ്റെ അകത്തളങ്ങളിൽ അടച്ചിടപ്പെട്ടിരുന്നതിൻ്റെ ഒരു സിമ്പലായിട്ട് വരുന്നതാണെന്ന് നമ്മൾ പറയുന്നു.
Her gradual obsession with the wallpaper reflects her desperation to escape societal constraints. പിന്നീട് ആ വാൾപേപ്പറുമായിട്ടുള്ള അവളുടെ ഒബ്സഷനും ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു തോട്ടിൻ്റെ എക്സ്പ്രഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ആ വാൾപേപ്പറിനകത്തൊരു സ്ത്രീയുണ്ട്, ആ സ്ത്രീ അടച്ചിടപ്പെട്ടിരിക്കുകയാണ്, രക്ഷിക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ അവൾ ചിന്തിക്കുന്നത്. John's repeated dismissal of his wife's concerns, telling her not to think too much, calling her a blessed little goose, mirrors the broader suppression of women's voices in the 19th century. ഇതുകൂടാതെ നരേറ്റർ അവളുടെ ഇമോഷൻസിനെ കുറിച്ചും അവളുടെ ഇൻ്റലക്ച്വൽ നീഡ്സിനെ കുറിച്ചും എല്ലാം പറയുന്ന സമയത്തെല്ലാം അതെല്ലാം ഡിസ്മിസ് ചെയ്യുകയാണ് ജോൺ ചെയ്യുന്നത്. എന്നിട്ട് ഒരു കുട്ടിയെ പോലെയാണ് അവളോട് പെരുമാറുന്നത്. കുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം അവർക്കറിയില്ല, മുതിർന്നവർ പറഞ്ഞു കൊടുക്കണം. അതുപോലെയാണ് സ്ത്രീകൾക്കും എന്താണ് വേണ്ടതെന്ന് അറിയില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ജോണിൽ അവിടെ നമ്മൾ കാണുന്നത്. അത് ആ ഒരു കാലഘട്ടത്തിലുള്ള ഈ ഒരു പാട്രിയാർക്കൽ ആറ്റിറ്റ്യൂഡും അതിൻ്റെ ഒരു വിമർശനവുമായിട്ട് നമ്മൾ കാണുന്നു. His refusal to listen to her experiences exacerbates her mental decline, illustrating the harm caused by patriarchal disregard for women's perspectives. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവൾക്ക് പറയാനുള്ളത് കേൾക്കാതെ വീണ്ടും വീണ്ടും ആ മുറിക്കകത്ത് തന്നെ അടച്ചിട്ടത് കൊണ്ടാണ് അവളുടെ മാനസിക നില ഇങ്ങനെ വഷളായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ പാട്രിയാർക്കൽ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് സ്ത്രീകൾക്ക് പറയാനുള്ളത് കേൾക്കാത്തതിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മളതവിടെ കാണുന്നു. By tearing down the wallpaper, the narrator symbolically breaks free from patriarchal oppression. ഇനി ഈ വാൾപേപ്പർ കീറിക്കളയുന്ന അവളുടെ ഈ ഒരു പ്രവൃത്തിയും ഈ ഒരു ഒപ്രഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ വാൾപേപ്പറിനകത്ത് ഒരു സ്ത്രീ ഉണ്ട്, അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവളിത് ചെയ്യുന്നത്. എന്നാൽ വാസ്തവത്തിൽ അവൾ തന്നെ സ്വയം രക്ഷപ്പെടാനുള്ള അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. However, her liberation comes at the cost of her sanity, suggesting that extreme repression drives women to desperate measures. പക്ഷേ ഈ രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ അവളുടെ മാനസിക നില തന്നെ അവൾക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അടിച്ചമർത്തലുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളൊരു ചിത്രം അവിടെ നൽകുന്നു. This serves as a powerful critique of a system that denies women independence and forces them into subjugation. അത്തരത്തിൽ സ്ത്രീകൾക്ക് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ 19ാം നൂറ്റാണ്ടിലെ ആ ഒരു സാമൂഹ്യ സാഹചര്യത്തിനെതിരായിട്ടുള്ള ഒരു വിമർശനമായിട്ട് നമ്മൾ ഈ സ്റ്റോറിയെ കാണുന്നു. Through these examples, Gilman exposes the dangers of patriarchal control, arguing that denying women agency leads to psychological and societal harm. അത്തരത്തിൽ ഈ ഉദാഹരണങ്ങളിലൂടെയെല്ലാം നമ്മൾ കാണുന്നത് ഈ ഒരു പാട്രിയാർക്കൽ കൺട്രോള് ഇതുപോലെ മാനസികമായിട്ടും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നുള്ളൊരു ചിത്രമാണ് അവിടെ ഈ സ്റ്റോറിയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. Then, the yellow wallpaper remains a seminal feminist work, warning against the consequences of systemic oppression. അത്തരത്തിൽ ഈ പാട്രിയാർക്കൽ ഒപ്രഷനെ ക്രിട്ടിക്ക് ചെയ്യുന്ന ഒരു ഫെമിനിസ്റ്റ് വർക്കായിട്ട് ഈ യെല്ലോ വാൾപേപ്പർ എന്ന സ്റ്റോറിയെ നമുക്ക് കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.